വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ മൂലം കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്ന് എത്തിയ 21 അംഗ സാങ്കേതിക വിദഗ്ധരാണ് തകരാറുകൾ പരിഹരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി SP ശ്രീനന്ദയാണുള്ളത്. ശ്രീനന്ദ, ഈ 21 അംഗ വിദഗ്ധർ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അറ്റകുറ്റപ്പണികൾ എപ്പോഴാണ് ആരംഭിക്കുക? രാഖി, ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു ബ്രിട്ടീഷ് സംഘം യുദ്ധവിമാനം നന്നാക്കുന്നതിന് വേണ്ടിയുള്ള 21 അംഗ ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇവർ 3 ആഴ്ചയായി ഈ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B എന്ന് പറയുന്ന വിമാനം ഇവിടെ സാങ്കേതിക തകരാറ് മൂലം 3 ആഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു 20 അംഗ സംഘം ഈ ഒരു വിമാനം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇവർക്ക് പൂർണ്ണ പിന്തുണയാണ് വിമാനത്താവള അതോറിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരും നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇവർ ZM417 എന്ന വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. എന്തായാലും ഇന്നലെ തന്നെ ഈ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചാക്കയിലുള്ള എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. തുടർന്ന് അവിടെ വെച്ചിട്ടായിരിക്കും ഈ ഉള്ള മറ്റ് നടപടികൾ, എങ്ങനെ ഈ യുദ്ധവിമാനം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഈ തീരുമാനം ഇപ്പോൾ തൽക്കാലം ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിൻ്റെ ചിറകുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റിയതിന് ശേഷം യുദ്ധവിമാനത്തിൽ ഈ വിമാനത്തെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് തകരാർ പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു നീക്കമാണ് ആദ്യം ഈ ഒരു 21 സംഘം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിറകുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റിയ ശേഷം ഈ ഒരു വിമാനം ബ്രിട്ടനിലെ യുദ്ധവിമാനത്തിൻ്റെ ചിറകുകൾ അഴിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എന്തായാലും 3 ആഴ്ചകൾക്ക് മുമ്പ് ജൂലൈ 14-നാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ശേഷം വിമാനം പലകുറി പരിഹരിക്കാൻ, ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നോക്കിയെങ്കിലും അതിനെ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം 21 അംഗ വിദഗ്ധ സംഘമാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഇന്ന് മുതൽ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ഹാങ്ങറിൽ ഈ ഒരു യുദ്ധവിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. രാഖി.